Okay, I will do a problem. Question is there on the board. You are required to prepare trading and profit and loss account and consolidated balance sheet. So consolidated trading account, profit and loss account and balance sheet you have to draw. And it's Kolkata. Kolkata is the head office and its branch at Delhi. Give journal entries for incorporation of Delhi branch account. Consolidated matram cheeda pora ningaloduthu endum parayunnundu incorporating entries in the book of head office. In the book ile incorporating entries എഴുതുള്ളൂ. അപ്പം ജസ്റ്റ് അത് സ്പെസിഫൈ ചെയ്ത് ഇവിടെ പറഞ്ഞേ ഉള്ളൂ. ആൻഡ് ഷോ ബ്രാഞ്ച് അക്കൗണ്ട്. നമ്മൾ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് വരച്ചിട്ട് ടാലി ആക്കൂലേ. സോ ദാറ്റ് ഇസ് ദ തിങ്. ആൻഡ് ട്രയൽ ബാലൻസ് is given. Trial balance is given. Let me read that. അവിടെ കോളം ഒന്ന് നോക്കിയടോ. ഡെബിറ്റിൽ ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ്, ബ്രാഞ്ചിന്റെ ഡെബിറ്റ്. അതായത് ഹെഡ് ഓഫീസിലുള്ള എക്സ്പെൻസ് അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ അസറ്റ്സ്, അങ്ങനെ ഹെഡ് ഓഫീസിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ്, അതേപോലെ ബ്രാഞ്ചിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ്. ഓക്കെ ഓക്കെ. നൗ ഫസ്റ്റ് തിങ് ഇസ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അറിയാം. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് വരുന്ന ഐറ്റം, trading account debit വരുന്ന item. So see, okay, I already did the trading account, manufacturing expense. Next is salary. Salary എവിടെയാണ് വരിക? P&L account credit. Wages, trading account debit. Cash in hand, balance sheet item. Purchase, see here, purchase. Then capital, balance sheet, goods received from head office. Here rent, here rent ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. റെന്റ് അവിടെ ഉണ്ട്. ജനറൽ എക്സ്പെൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. നൗ ഇറ്റ്സ് സെയിൽസ് ഹിയർ. ഓക്കെ. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. നമുക്ക് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ്, അത് തന്നെയാണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. അതിൻ്റെ എമൗണ്ട് ഹെഡ് ഓഫീസിൽ മാത്രമേ ഉണ്ടോ ഒന്ന് നോക്കിയിടോ. അല്ല, ഹെഡ് ഓഫീസിൽ മാത്രം. അതേപോലെ ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസിൽ ബ്രാഞ്ചിൽ മാത്രമേ ഉണ്ടാവും. രണ്ടും പക്ഷെ എന്തായിരിക്കണം? ഒന്നായിരിക്കണം. ഒരേ എമൗണ്ട് ആണ്. ഹെഡ് ഓഫീസ് അയച്ച സാധനമാണ് ബ്രാഞ്ച് റിസീവ് ചെയ്യുക. സോ ഇറ്റ് ഇസ് 15,000 15,000. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ എന്താണോ മീനിങ്? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ബട്ട് ഹിയർ രണ്ടിന്റെ ബാലൻസ് സെയിം ആണ്. അവിടെ ഇപ്പോൾ ഇവിടെ എന്തില്ല? ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഇല്ല. ഹെഡ് ഓഫീസ് അയച്ച എല്ലാ ഗുഡ്സും ബ്രാഞ്ചിന് കിട്ടിയിട്ടുണ്ട്. നൗ ഇറ്റ്സ് പർച്ചേസ് റിട്ടേൺസ്. പർച്ചേസ് ലെസ് ചെയ്യണം. പർച്ചേസ് റിട്ടേൺസ് ലെസ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഞാൻ എഴുതിയിട്ടുണ്ട്. ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് ഉണ്ടല്ലേ, ഡിസ്കൗണ്ട് റിസീവ്ഡ് ഇൻകം ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് മെഷീനറി ഫേർണിച്ചർ ഹെഡ് ഓഫീസ്, അത് ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും തൊടുന്നില്ല. ആൻഡ് ഡെറ്റേഴ്സ്. ഓക്കെ. നൗ ഓക്കെ, 1 minute. Okay, sorry. Debtors it is 40,000. Okay, debtors rupees 40,000. Sorry, debtors നമ്മൾ എവിടെ എഴുതുക? ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റർ ബാലൻസ് ഷീറ്റ്, ഹെഡ് ഓഫീസ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് രണ്ടിനും ഒരേ ബാലൻസ് ആയിരിക്കണം. ഇവിടെ ഒരേ ബാലൻസ് ഉള്ള, ഒരേ ബാലൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് വിൽ ബി ഡ്യൂ ടു ദി അഡ്ജസ്റ്റ്മെന്റ് തിങ്സ്. അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇവിടെ എന്താണോ എല്ലാം രണ്ടും സെയിം ബാലൻസ് ആണ്. സോ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ഇല്ല. ഓക്കെ. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോടെ. ഓക്കെ, സോറി, അവിടെ ഒരു താഴെ ഒരു സംഭവം വേണം. ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഡിപ്രിസിയേഷൻ, ഫർണിച്ചറിന് ഇത്ര, മിഷനറിക്ക് ഇത്ര, ആൻഡ് റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് 500 ഫോർ ബ്രാഞ്ച്. സി, അതാണ് ഞാനിവിടെ എഴുതിയത്. ബ്രാഞ്ചിന്റെ റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഞാനിവിടെ ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ മക്കളെ? ഓക്കെ. നൗ ലെറ്റ് മീ ക്ലിയർ യു വൺ തിങ്. ഓക്കെ, ക്വസ്റ്റ്യൻ എടുത്തേ. ഇതാരുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആണോ വരേണ്ടത്? ആരുടെ ട്രേഡിംഗ് അക്കൗണ്ടാണ് വരേണ്ടത്? ബ്രാഞ്ചിന്റെ. എന്തുകൊണ്ടാ? ബ്രാഞ്ചിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ഇവിടെ പോയിട്ട് ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നത്? ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഹെഡ് ഓഫീസിന്റെ ബുക്കിലേക്ക് ആക്കുന്നത് അല്ലേ? സോ യു ഹാവ് ടു റൈറ്റ് ദ, you have to draw the, you have to prepare the trading account of branch, right?
സോ ബ്രാഞ്ചിൻ്റെ നേരെയുള്ള എമൗണ്ട് വേണം എടുക്കാൻ. നിങ്ങൾ നോക്കിയേ, ഞാൻ മാനുഫാക്ചറിങ് എക്സ്പെൻസ് ഞാൻ എത്ര എടുത്ത്? 10,000. ഏതിൻ്റെ എമൗണ്ട് എടുത്ത് നോക്കണോ? ബ്രാഞ്ചിൻ്റെ കോളത്തിലെ എമൗണ്ട് ആണ് എടുത്തത്. ബിക്കോസ് ഐ ആം പ്രിപ്പയറിംഗ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് ബ്രാഞ്ച്. ക്ലിയർ? വൺ തിങ് കോമൺ ആയിട്ട് കുട്ടികൾ വരുത്തുന്ന മിസ്റ്റേക്കാണ്, രണ്ടും ഒരുമിച്ച് തരുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ഒക്കെ എടുത്തിട്ട് അങ്ങ് ചെയ്താളേ. സോ ഇറ്റ്സ് ഹിയർ ഇൻകോർപ്പറേറ്റിംഗ് എൻട്രി എഴുതാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത ട്രേഡിംഗ് അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ ആണ്. ബിക്കോസ് ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റാണ് ഞാൻ എവിടത്തേക്ക് ചെയ്യാൻ പോകുന്നത്. ഹിയർ. ഓക്കെ. നൗ ഐ വാണ്ട് ടു ക്ലിയർ യു വൺ തിങ്. ഐ ആം ഗോയിങ് ടു റൈറ്റ് ദി ബാലൻസ് ഷീറ്റ്. ഫുൾ എഴുതണം നിങ്ങൾ. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിച്ച ടീച്ചറായില്ല, അപ്പോൾ എനിക്ക് എന്തും ചെയ്യാം കേട്ടോ. സോ ഐ എം റൈറ്റിംഗ് ദ ഷോർട്ട്. ഓക്കെ. Now we'll see what all assets are there for the branch. I'm again repeating the question. Manufacturing, salary, wage and one is cash in hand. So cash in hand, എത്രയാണോ cash in hand? Head office ന് 2,000. Okay. Now താഴേക്ക് വന്ന് ജസ്റ്റ് എനിക്ക് അസറ്റ് സൈഡ് മാത്രം നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരണ്ട കേട്ടോ. ഓക്കെ. അത് വന്ന് താഴേക്ക് വന്ന് now what is the asset? Machinery. It is machinery. Now it is furniture. Okay. ഇതിനെ പറ്റി സംസാരിക്കാം നമുക്ക്. അവിടെ നോക്കിയേ, മെഷീനറി മെഷീനറിൻ്റെ ഉള്ളിൽ ഹെഡ് ഓഫീസിന് എഴുതിയിട്ട് 1,50,000, മെഷീനറി ബ്രാഞ്ചിന് എഴുതിയിട്ട് 50,000. ഓക്കെ. കുട്ടികളെ കോമൺ മിസ്റ്റേക്ക്, ദേ വിൽ റൈറ്റ് ഓക്കെ മെഷീനറി ബ്രാഞ്ചിൻ്റെത്. ഇവിടെ ഞാൻ എത്ര എഴുതി? 50,000. ഫർണിച്ചർ അതാ ബ്രാഞ്ചിൻ്റെത്, എത്ര എഴുതി? 3,000. ഓക്കെ. ഇതാണ് നിങ്ങൾ സാധാരണയായിട്ട് എഴുതുക. പക്ഷെ നിങ്ങളൊന്ന് എമൗണ്ട് കോളം നോക്കിയിടോ. എല്ലാ എമൗണ്ടും ഏതിൻ്റെ ആളെടുത്താ ഉള്ളത്? ഹെഡ് ഓഫീസിൻ്റെ. സി, ഹെഡ് ഓഫീസിൻ്റെ കോളത്തിലാണ് എമൗണ്ട് എഴുതിയത്. മെഷീനറിക്കും മെഷീനറി ബ്രാഞ്ച് അല്ലെങ്കിൽ ഫർണിച്ചർ ബ്രാഞ്ച് എന്ന് പറഞ്ഞതിൻ്റെ എമൗണ്ട് എവിടെയാണ് ഉള്ളത്? ഹെഡ് ഓഫീസ്. That means ബ്രാഞ്ചിന്റെ അസറ്റ്, ബ്രാഞ്ചിന് കൊടുത്ത അസറ്റ് ഏതെല്ലാടോ? ബ്രാഞ്ചിന് ഇവിടെ കൊടുത്ത അസറ്റ് മെഷീനറിയും ഫർണിച്ചറും. ബ്രാഞ്ചിന്റെ അസറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ആരാടോ? ഹെഡ് ഓഫീസ്. അസറ്റ് സംഭവം ആരെടുത്ത് തന്നെയുള്ള? മെഷീനറി ആരാ ഉപയോഗിക്കുന്ന? ബ്രാഞ്ചാണ്. ഫർണിച്ചർ ആരാ യൂസ് ചെയ്യുന്ന? ബ്രാഞ്ചാണ്. ബട്ട് ഇതിന്റെ അക്കൗണ്ട് ആരാ മെയിൻറ്റെയിൻ ചെയ്യുന്ന? ഹെഡ് ഓഫീസ്. ദാറ്റ് ഈസ് വൈ എമൗണ്ട് ഇസ് ഗിവൺ ഇൻ ദ ഹെഡ് ഓഫീസ് കോളം. ക്ലിയർ? അതുകൊണ്ട് തന്നെ ഈ രണ്ട് സാധനവും ബ്രാഞ്ചിന്റെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവത്തില്ല. ക്ലിയർ? ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. ക്ലിയർ? സ്വതവേ എല്ലാവരും അവിടെ കൊണ്ട് എഴുതും. അതുകൊണ്ടാണ് ആ പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്തത്. ഓക്കെ. ഇത് ഞാൻ ക്ലാസ് ചെയ്യാൻ തരാമെന്ന് വിചാരിച്ചാൽ പിന്നെയാണ് ഈ പോയിന്റ്സ് ഒക്കെ ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഇത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ബ്രാഞ്ചിന്റെ ബാലൻസ് ഷീറ്റിൽ മെഷീനറിയും ഫർണിച്ചറും ഇല്ല എന്ന് പറഞ്ഞാൽ എമൗണ്ട് കോളത്തിൽ ഇല്ല. വൈ എമൗണ്ട് കോളത്തിൽ ഇല്ല? ബിക്കോസ് ഓഫ് കോഴ്സ് ദിസ് അസറ്റ്സ് ആർ യൂസിങ് ബൈ ബ്രാഞ്ചാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ബട്ട് this account is maintained by head office. So ഇങ്ങനെ ഒരു അസറ്റ് ആരുടെ ബാലൻസ് ഷീറ്റിൽ ഇല്ലടോ? ബ്രാഞ്ചിന്റെ ബാലൻസ് ഷീറ്റിൽ ഇല്ല. ബട്ട് ഹെഡ് ഓഫീസിന്റെ ബാലൻസ് ഷീറ്റിൽ മെഷീനറി, ഹെഡ് ഓഫീസിന്റെ മെഷീനറി 1,50,000, ബ്രാഞ്ചിന്റെ മെഷീനറി 50,000 ഉണ്ടാവും. ഫർണിച്ചറും അതുപോലെ തന്നെ ഹെഡ് ഓഫീസിന്റെ ബാലൻസ് ഷീറ്റിൽ 7,000 ഉണ്ടാവും, 3,000 ഉണ്ടാവും. ക്ലിയർ? This is the one thing I want to clear and one more thing. Okay. ഇനി ഞാൻ നിങ്ങളെ ഓർമ്മശക്തി മുമ്പത്തെ അഡ്ജസ്റ്റ്മെന്റിലേക്ക് കൊണ്ടുവരികയാണ്. അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ ഡിപ്രിസിയേഷന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ 2 എണ്ണാക്കിയിട്ടൊക്കെ ആ വീഡിയോ എടുത്ത് കണ്ടവർക്ക് അറിയാം. നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോ? നോട്ട് പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ അറിയാം. ഇവിടെ ഈ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കോളൊക്കെ വരച്ച് എഴുതി തന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, ബുക്ക് എടുക്കുക, മറച്ചിട്ടിട്ട് ആ ഒരു ഐറ്റം നോക്കുക. If branch asset account is maintained by
പർച്ചേസ് ചെയ്യുമ്പോഴുള്ള എൻട്രി ആരുടെ ബുക്കിൽ മാത്രമാണ് വരിക? ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ മാത്രമാണ്. പക്ഷേ ഡിപ്രിസിയേഷന്റെ എൻട്രി ആരുടെ ബുക്കിൽ എഴുതണം? ബ്രാഞ്ചിന്റെ ബുക്കിലും എഴുതണം. ഒന്ന് മറിച്ചിട്ട് നോക്ക്, ഹെഡ് ഓഫീസിന്റെ ബുക്കിലും എഴുതണം. ക്ലിയർ? അസറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻ ബൈ ഹെഡ് ഓഫീസ് ആണെങ്കിലും ഡിപ്രിസിയേഷന്റെ എൻട്രി ആരുടെ ബുക്കിൽ വരണം? ബ്രാഞ്ചിന്റെ ബുക്കിൽ വരണം. ആൻഡ് വാട്ട് ഇസ് ദ എൻട്രി? ബ്രാഞ്ചിന്റെ ബുക്കിൽ എൻട്രീസ് നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, എനിവേ ഡിപ്രിസിയേഷൻ ആരുടെ ബുക്കിൽ കാണിക്കണം? ബ്രാഞ്ചിന്റെ ബുക്കിലും കാണിക്കണം, ഹെഡ് ഓഫീസിന്റെ ബുക്കിലും കാണിക്കണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു റൈറ്റ് ഓവർ ഹിയർ. ആൻഡ് ഇറ്റ് ഇസ് ബ്രാഞ്ചിന്റെ ബുക്കിൽ നമ്മൾ എൻട്രി ഒന്നും പാസ് ചെയ്യുന്നില്ല. നമുക്ക് എൻട്രി പാസ് ചെയ്യേണ്ടത് ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസും നമ്മൾ എൻട്രീസ് ഒക്കെ വരയുന്നത് ആരുടെ ബുക്കിലാണ്? എൻട്രി ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ ഡിപ്രിസിയേഷന്റെ എൻട്രി എന്താണോ? മറിച്ചിട്ട് നോക്കൂ. ഇറ്റ് ഇസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫിക്സഡ് അസറ്റ് അക്കൗണ്ട്. ദാറ്റ് ഇസ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണോ ഇവിടെ തന്ന മിഷനറിയാ, മിഷനറി അക്കൗണ്ടും ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഫർണിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി ഉണ്ട്. ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. ഇവിടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ പോകുന്ന പോയിന്റ്, സോ ഡിപ്രിസിയേഷൻ ഷുഡ് ബി ചാർജ് ബൈ ബ്രാഞ്ചും ഹെഡ് ഓഫീസ്, രണ്ടുപേരും അതിന്റെ എൻട്രീസ് പാസ് ചെയ്യും. സി ദാറ്റ്സ് വൈ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് ഓഫ് ബ്രാഞ്ചിൽ ഞാൻ ഇവിടെ എന്ത് കാണിച്ചതോ? ഡിപ്രിസിയേഷൻ ഓഫ് മിഷനറി. മിഷനറിന്റെ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നോക്കിയേ, ബ്രാഞ്ചിന്റെ അടുത്തുള്ള ബ്രാഞ്ച് എത്രേന്റെ മിഷനറിയാണ് ഉപയോഗിക്കുന്നത്? 50,000. 50,000ന്റെ 20%, 10,000. ഫർണിച്ചർ ബ്രാഞ്ചിന്റെ അടുത്തുള്ള 3,000ന്റെ 15%, 450. ടു ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ചിന്റെ P&L അക്കൗണ്ടിൽ എഴുതാനുള്ള റീസൺ, യെസ് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ്, അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻഡ് ബൈ ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താലും ഡിപ്രിസിയേഷൻ രണ്ടാളെ ബുക്കിലും എൻട്രി പാസ് ചെയ്യണം. ദിസ് വി ഓൾറെഡി ഡിസ്കസ്. ആ ഒരു പോയിന്റ് ഈ കണക്കിലേക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇവിടെ എന്ത് എഴുതിയത്? ഡിപ്രിസിയേഷൻ എഴുതിയതും ഇവിടെ ആരില്ലാത്തതും ബാലൻസ് ഷീറ്റിൽ മിഷനറിയും ഫർണിച്ചറും ഇല്ലാത്തതും. ക്ലിയർ? ദിസ് പോയിന്റ് നല്ല വൃത്തിയിൽ നല്ല ഓർമ്മിച്ച് വെക്കുക. ബിക്കോസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കണക്കിൽ വരാം. ഈസിയല്ലേ വരുള്ളൂ, അങ്ങനെ ഡിഫിക്കൽട്ട് ഒന്നും വരില്ല. ബട്ട് ഒരു പ്രാവശ്യം ചെയ്യാണ്ടും ഒരു പ്രാവശ്യം ഞാൻ പറയാണ്ടും നിങ്ങൾക്ക് അത് അറിയുന്നില്ലല്ലോ. സോ ദാറ്റ്സ് വൈ ഐ ടുക്ക് ദിസ് പ്രോബ്ലം. ഓക്കെ ഓക്കെ നൗ അപ്പോൾ ഇത് നോക്കിയേ, എല്ലാത്തിലും ടിക്ക് വന്നില്ലടോ. ഇതൊക്കെ നമ്മൾ ഫില്ല് ചെയ്തു. ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് ദർ, സെയിൽ നമ്മൾ ഫില്ല് ചെയ്തു. ഇപ്പം ഞാൻ ഏതിലും ഫില്ല് ചെയ്തു? ടു ഡിപ്രിസിയേഷൻ. ക്ലിയർ? അതുകൊണ്ട് മാത്രമാണ് ഡിപ്രിസിയേഷൻ അവിടെ വന്നത്. ഓക്കെ, now we have to write. അപ്പോൾ നമ്മൾ എന്ത് പാസ് ചെയ്യണം? ഓക്കെ, അപ്പോൾ ഇപ്പം ബാലൻസ് ഷീറ്റ് ബ്രാഞ്ചിൻ്റെ ഒരു ക്യാഷും ഈ ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങോട്ട് പോകില്ലടോ. ഒരു ക്ലോസിംഗ് സ്റ്റോക്കും ഡെറ്റർ ഉണ്ടോ? ഒരു ഡെറ്ററും ഒരൊന്നുമില്ലല്ലോ. ഈ ഒരു ഡെറ്ററും ഉണ്ടാവും. ഇനി ലാബിലിറ്റി ആണെങ്കിൽ ഓൺലി ക്രെഡിറ്റർ വിൽ ബി ദർ. വേറെ ആരുമില്ല. ബിൽസ് പേയബിൾ ഇസ് നോട്ട് ദർ. വേറെ ഒന്നുമില്ല. ക്രെഡിറ്റർ അല്ലേ ഉള്ളൂ. ക്രെഡിറ്റർ. ഓക്കെ, ബാലൻസ് ഷീറ്റ് ഞാൻ വരയുന്നില്ല. ബാലൻസ് ഷീറ്റ് വരയുമ്പം പിന്നെയും കുറച്ച് ഹെഡ് ഓഫീസൊക്കെ വരഞ്ഞ് പിന്നെയും കുറച്ചും കൂടി സമയം പോകും. നമുക്കതിപ്പോൾ ആവശ്യമില്ല. ഓക്കെ, സോ ബ്രാഞ്ചിൻ്റെ അസറ്റ് നമുക്ക് അറിയണം. അതേതെല്ലാം? ക്യാഷ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെറ്റർ, ഫർണിച്ചറും ഇല്ല, മിഷനറിയും ഇല്ല. ലാബിലിറ്റി സൈഡിൽ ക്രെഡിറ്റർ ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇൻകോർപ്പറേറ്റിംഗ്. ഗ്രോസ് പ്രോഫിറ്റ് കണ്ടു, നെറ്റ് പ്രോഫിറ്റ് കണ്ടു. വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒറ്റയ്ക്ക് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ച് വരെ നോക്കി ചെയ്യാൻ പാടില്ല. നോക്കി ചെയ്താൽ നിങ്ങൾക്ക് തന്നെ പ്രശ്നം. എനിക്കൊരു പ്രശ്നമില്ല അല്ലടോ, അല്ലേ? ഓക്കെ, നൗ പോസ് ചെയ്തിട്ട് അത് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്താൽ മതി. ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ആരുടെ ബുക്കിലാണോ? ഇൻകോർപ്പറേറ്റിംഗ് എൻട്രീസ് ആരുടെ ബുക്കിൽ മാത്രമേ ഉള്ളൂടോ? പിന്നെ എന്തൊരു ചോദ്യം ഇത്? ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ. ഓക്കെ, ആ ഡിവൈഡിങ് ദിസ് ടു, സ്ഥലം ഇല്ലാത്തതുകൊണ്ട് രണ്ടാക്കി ഡിവൈഡ് ചെയ്താണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എഴുതും. ഫസ്റ്റ് എൻട്രി മറന്നു പോകാണ്ടിരിക്കാൻ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഡിപ്രിസിയേഷൻ്റെ എൻട്രി
ബ്രാഞ്ചിന്റെ ബുക്കിലും വേണം, ഹെഡ് ഓഫീസിന്റെ ബുക്കിലും വേണം. ഇവിടെ നമ്മൾ ആരുടെ ബുക്കിലെ എൻട്രീസ് ആണോ എഴുതുന്നത്? ഹെഡ് ഓഫീസിന്റെ. ഹെഡ് ഓഫീസിന്റെ ബുക്കിൽ അസറ്റ് അക്കൗണ്ട് ഹെഡ് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഡിപ്രിസിയേഷന്റെ എൻട്രി എന്താണ്? ഇപ്പൊ ഞാനിവിടെ എഴുതി. ആ എൻട്രി ആണ് ഞാനിവിടെ ആദ്യം പാസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഇസ് എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് മീൻസ് ഡൽഹി ബ്രാഞ്ച്. സോ നെയിം ഇസ് ദർ ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് ടു അസറ്റിന്റെ പേര് അല്ല, ടു ബ്രാഞ്ച് മിഷനറി. പിന്നെ ഒരു എൻട്രിയും കൂടി വരും, ഡൽഹി ബ്രാഞ്ച് ടു ബ്രാഞ്ച് ഫർണിച്ചർ. amount is മിഷനറിയിൽ 10,000 and it is 4,050. 4,050. ഇത് രണ്ടും കൂടി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ എഴുതിക്കൂടെ? ബ്രാഞ്ച് അക്കൗണ്ട് അറ്റർ ടു കോമ്പൗണ്ട് ആയിട്ട് എഴുതിക്കൂടെ? സോ ഐ എം റൈറ്റിംഗ് ഹിയർ ബ്രാഞ്ച് ഫർണിച്ചർ 450, 10,450. ശ്രദ്ധിക്കണം, ബ്രാഞ്ച് യൂസ് ചെയ്യുന്ന മിഷനറി ആൻഡ് ഫർണിച്ചറിന്റെ എൻട്രി ആണിത്, അല്ലാണ്ട് ഹെഡ് ഓഫീസിന്റെ കയ്യിലുള്ള മിഷനറിന്റെ എൻട്രി അല്ല. ക്ലിയർ? This transaction is related with branch and head office. കേട്ടോ, ബ്രാഞ്ച് ഹെഡ് ഓഫീസും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ്. ബിക്കോസ് ഫർണിച്ചർ is used branch and this machinery is using by branch. Clear? Okay. Now you have to incorporate the debit side of trading account, credit side of trading account, good gross profit, debit side of P&L account, credit side of P&L account, net profit. Okay, നിങ്ങൾക്ക് എഴുതാൻ അറിയാം, അതിൻ്റെ കൂടെ നിങ്ങളും എഴുതിക്കോ, ഞാനും എഴുതാം. ഓക്കെ ഓക്കെ ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ദിസ് സൈഡ്. അറിയാത്തവരാണെങ്കിൽ ഇവിടെ എന്നെ ഫോളോ ചെയ്യുക. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് മീൻസ് ഹിയർ ബ്രാഞ്ചിന് ഒരു പേരുണ്ട്. സോ ഐ എം റൈറ്റിംഗ് ഡൽഹിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് ടു ഡൽഹി ബ്രാഞ്ച്. ഇതിനെല്ലാം പകരം നമ്മൾ ആരെ പേര് എഴുതോടോ? To Delhi branch. So you have to add 3,000, 10,000, 4,000, 7,900 and 15,000. I think it is 1,74,000. 1,74,000. Now here it is. Okay. Now this entry for the credit side. Credit side and entry Delhi branch account. ബ്രാഞ്ചിനൊരു പേരിട്ടുന്നേ ഉള്ളൂ. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് 18, 1,80,000. റൈറ്റ്? യെസ്. ടു ഡൽഹി ട്രേഡിംഗ് അക്കൗണ്ട്. 1,80,000. ഇറ്റ്സ് ഫൈൻ. നൗ ഗ്രോസ് പ്രോഫിറ്റിന്റെ എൻട്രി. ഗ്രോസ് പ്രോഫിറ്റിന്റെ എൻട്രി എന്താണോ? ട്രേഡിംഗ് അക്കൗണ്ട് എൻറ്റർ ടു ജനറൽ P&L അക്കൗണ്ട്. ട്രേഡിംഗ് എന്നല്ല, ഡൽഹി ട്രേഡിംഗ്. പേര് തന്നിട്ടുണ്ടെങ്കിൽ പേര് എഴുതുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എഴുതിയാലും മതി. ഇറ്റ് ഈസ് 6,000 ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ഡൽഹി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡൽഹിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്നല്ലേ, ഡൽഹിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആൻഡ് ഇറ്റ് ഈസ് 6,000. നിങ്ങൾ നല്ല സ്പേസ് ഒക്കെ ഇട്ട് നരേഷനൊക്കെ വെച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ. നൗ ഇറ്റ് ഈസ് ഈ സൈഡിൻ്റെ എൻട്രി. ഈ സൈഡിൻ്റെ എൻട്രി വരും ഡൽഹി P&L അക്കൗണ്ട് എൻറ്റർ ടു ഡൽഹി ബ്രാഞ്ച്. ഡൽഹി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അവിടെ തീർന്ന്, ഇനി P&L അക്കൗണ്ട് ആണ്. ഡൽഹി P&L അക്കൗണ്ട് എൻറ്റർ ടു ഡൽഹി ബ്രാഞ്ച്. നൗ ഇറ്റ്സ് 10,000 പ്ലസ് 4,500 പ്ലസ് ജനറൽ എക്സ്പെൻസ് പ്ലസ് ഡിപ്രിസിയേഷൻ 29. ഇതിൻ്റെ കോൺ ഇത് കിട്ടും ആഡ് ചെയ്താൽ. ഓക്കെ, കയ്യിൽ കാൽക്കുലേറ്ററെല്ലാം ഇല്ലേ, നിങ്ങളതെല്ലാം ആഡ് ചെയ്തു. ഇനി ഇത് ഡിസ്കൗണ്ട് ഏൺഡിൻ്റെ ഇൻകം സൈഡിൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് എൻറ്റർ ടു P&L അക്കൗണ്ട്. സോ ഇറ്റ് ഈസ് ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട് എൻറ്റർ ടു ഡൽഹി P&L അക്കൗണ്ട്. ഇത് നിങ്ങളെ കാണാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ്സിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ നിങ്ങളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടന്ന് കളിച്ചാൽ മതി. ഇതിപ്പോൾ നമുക്കറിയുന്നില്ലല്ലോ നിങ്ങളിൽ ആരെല്ലാം ചെയ്യുക ആരെല്ലാം ചെയ്യാത്തത്. സോ ദാറ്റ്സ് വൈ വി ഹാവ് ടു ഡു ദിസ് ഓൾ പ്രൊസീജിയേഴ്സ്. നൗ ഹിയർ ഇറ്റ് ഈസ് നോട്ട് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് ലോസാണ് കിട്ടുന്നത്. നെറ്റ് ലോസിലാണ് ശ്രദ്ധിച്ചോ,
നെറ്റ് ലോസ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ഏറ്റവും ലാസ്റ്റ് ജനറൽ മൊത്തമുള്ള ജനറൽ P&L അക്കൗണ്ട്. റെഡി ആയിട്ടും ജനറൽ എന്ന് പറഞ്ഞു പോയനോ എന്നൊരു സംശയമുണ്ട്. എനിവേ ഇറ്റ് ഇസ് ഇതിനെ ഡൽഹി P&L അക്കൗണ്ട് എന്ന് വിളിക്കും. ആൻഡ് ജനറൽ P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡ് ഓഫീസിന്റെ മെയിൻ P&L അക്കൗണ്ട് ഇല്ലേ അതിനാണ് പറയാം ജനറൽ P&L അക്കൗണ്ട് ഡെറ്റർ ടു ഓക്കെ ഡൽഹി P&L account, right? Okay. Now its amount is 22,950. Clear? അങ്ങനെ ഇത് മുഴുവൻ കഴിഞ്ഞ് ഇനി അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി ആണ്. എന്തൊക്കെ അസറ്റ് ആണ് ഉള്ള? ക്യാഷ്, ഡെറ്റർ, സ്റ്റോക്ക് മീൻസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഫർണിച്ചറും ഇല്ല, മെഷീനറിയും ഇല്ല. ഇനിയാണത് റിപ്പീറ്റ് ചെയ്യുന്നുമില്ല. ഓക്കെ, now we'll write എന്താണ് അസറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എൻട്രി? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ. യു ഹാവ് ടു മെൻഷൻ ഇൻഡിവിജ്വലി ദ നെയിം. ബ്രാഞ്ച് ഡെറ്റർ, ഡൽഹി ഡെറ്റർ എന്ന് എഴുതും. ബ്രാഞ്ച് ഡെറ്റർ, ബ്രാഞ്ച് ക്യാഷ്, ബ്രാഞ്ച് സ്റ്റോക്ക്. ദി എമൗണ്ട് ഇസ് 15,000, 2,000, 30,000 ആൻഡ് ടു അടുത്തേക്കാണോ പോകേണ്ട? ടു ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട്. It is 47,000. Okay. Now liability side ഞാൻ പറഞ്ഞു ക്രെഡിറ്റർ ഉണ്ട്, ഒരാളും കൂടി ഉണ്ട്. അയാളാണ് ആര്? ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ്. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് is a liability. Here one outstanding rent is there. So entry will be Delhi branch account debtor to branch creditor to branch outstanding rent. Okay, creditor എത്രയാ? creditor 5,000 and rent is 500, so it is 5,000. അങ്ങനെ നമ്മളുടെ എൻട്രി ഒക്കെ കഴിഞ്ഞ് നമ്മൾ എൻട്രി വളരെ വിദഗ്ധമായിട്ട് എഴുതി. സോ യു ഹാവ് ടു നോട്ട് ദിസ് പോയിന്റ് ക്ലിയർലി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നത്. നൗ ഐ എം ഗോയിങ് ടു ഡ്രോ. എൻട്രി എഴുതി ഉടനെ ഞാനൊരു അക്കൗണ്ട് വരച്ചിട്ട് അതിന് എന്ത് ചെയ്യണോ? ടാലി ആക്കണം. ടൈമിൻ്റെ സ്പേസിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഐ എം ട്രൈങ് ടു മേക്ക് ഇറ്റ് ക്ലിയർ. ഓക്കെ, ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് ഇസ് ദർ. ഓപ്പണിംഗ് ബാലൻസ് എത്രയാണോ? 54,000. ഓപ്പണിംഗ് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും ബ്രാഞ്ചിന്. ടു ബാലൻസ് ബി പാർട്ടി 54,000. ഇപ്പം നമ്മൾ ഓരോരോ എൻട്രി ആയിട്ട് ഇവിടെ പാസ് ചെയ്യാൻ പോകുന്നു. ഫസ്റ്റ് ഐ എം ടേക്കിംഗ് ദിസ് ടു ബ്രാഞ്ച് മിഷനറി, ടു ബ്രാഞ്ച് ഫർണിച്ചർ 10,450. ഓക്കെ, നൗ പിന്നെ ഇതിൻ്റെ എൻട്രി ഇപ്പുറത്ത് വരും. ഡൽഹി ട്രേഡിംഗ് അക്കൗണ്ട് 17,400. ഇതിൻ്റെ എൻട്രി ഇപ്പുറത്തെ സൈഡിൽ വരും. ടു ഡൽഹി, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാടോ, ഇതൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ. 1,80,000. നൗ 6,000 എൻട്രി ഇവിടെ വരില്ല. ബിക്കോസ് എന്താ? ബ്രാഞ്ച് അക്കൗണ്ട് ഇവിടെ ഇല്ല. ഡൽഹി ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, നൗ ഹിയർ ഇറ്റ് ഇസ് ബ്രാഞ്ച് അക്കൗണ്ട് ഇസ് ഹിയർ. ഇറ്റ് ഇസ് ഡൽഹി P&L account. So it's Delhi P&L account. It is ഇതെല്ലാം കൂടിയിട്ടുള്ള amount അല്ല, 299 expense amount. Now it's ഇനി ആരുള്ള ഇത് ഇപ്പുറം വരും. ടു ഡൽഹി P&L account income 1,000 രൂപ. Now ഇതും കഴിഞ്ഞ് ഇതിൽ ഡൽഹി ബ്രാഞ്ച് ഇല്ല, ഇതിൽ ഡൽഹി ബ്രാഞ്ച് ഉണ്ട്. എന്തൊക്കെയാ ഉള്ള? ഇപ്പുറത്തല്ല, ബ്രാഞ്ച് ഡെറ്റർ, ബ്രാഞ്ച് ക്യാഷ്, ബ്രാഞ്ച് സ്റ്റോക്ക്. 15,000, 2,000, 30,000. ഓക്കെ, നൗ here this one. Last entry to branch creditor, to branch liabilities എന്ന് എഴുതിയാലും മതി. ബട്ട്
ഞാൻ ഇതിന് ഇവിടെ നമ്മൾ അങ്ങനെ എഴുതിയതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുന്നു. ഇനി ഇത് ടാലി ആയാൽ നമ്മളുടെ incorporating the part is over. It is 54,000, it's 18 and it's 1,000 will be 251. നോക്കിക്കൊള്ളണേ നിങ്ങളെ കാൽക്കുലേറ്റർ എടുത്തിട്ട്. ഏതൊക്കെയോ ഒന്നോ രണ്ടിൽ ഞാൻ ആഡ് ചെയ്തത് മിസ്റ്റേക്ക് ഉണ്ടായി. 1-2 പേരെന്നാ അത് ഇൻഫോം ചെയ്തിട്ട് തന്നിട്ടുണ്ടായി. ഓക്കെ വട്ട് ഓക്കെ. നൗ ഇറ്റ്സ് ദ ഇൻകോർപ്പറേറ്റിംഗ് പാർട്ട്. ഇത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് നിങ്ങളെല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക, പോസ് ചെയ്യുക, എന്താ ചെയ്യുക, ഇത് എഴുതുക. ഓക്കെ. നൗ കൺസോളിഡേറ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഓക്കെ. Now we'll see the consolidated trading and profit and loss account and consolidated balance sheet. Here write your heading. Okay, consolidated balance sheet. Let's see how. Take the question. Manufacturing expenses. See, manufacturing expenses, head office 30, branch 10,000. Next item, salary. Salary is 30,000 and 10,000. Next is wages. Wages trading account and 1,40,000. Cash in hand. See, cash in hand. Head office 10, branch itra 12,000. Right? Okay. Now it is purchase. ഇവിടെ ഞാൻ റിട്ടേൺസ് ലെസ് ചെയ്തിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ തന്നെ കാണിക്കുക. പർച്ചേസ് ലെസ് റിട്ടേൺസ് ഹിയർ. ഓക്കെ. നൗ ഇറ്റ് ഇസ് നെക്സ്റ്റ് ഐറ്റം ഇസ് ക്യാപിറ്റൽ. ഇറ്റ് ഇസ് ഷെയർ ക്യാപിറ്റൽ. ഇറ്റ് ഇസ് 2 lakh. നൗ ഗുഡ്സ് റിസീവ് ഫ്രം ഹെഡ് ഓഫീസ് ടു ഗുഡ്സ് റിസീവ് ഫ്രം ഹെഡ് ഓഫീസ്. ബ്രാഞ്ചിൻ്റെ എമൗണ്ട് ആണ് നോക്കിയടോ. ബ്രാഞ്ചിൻ്റെ കോളത്തിലാണ് 15,000. ഇത് ബ്രാഞ്ചിൽ ഈ ഒരു സാധനം ഡെബിറ്റും ഇതേ സാധനത്തിൻ്റെ കൗണ്ടർ വരുമ്പോൾ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഇത് ഇപ്പുറത്ത് ക്രെഡിറ്റിലും ഉണ്ടാവും. നമുക്കത് അത് വരുമ്പോൾ നോക്കാം. പർച്ചേസ് റിട്ടേൺസ് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തു. നൗ ഇറ്റ് ഇസ് അതിനേക്കാളും മുന്നേ റെന്റ് ഇസ് ദർ. റെന്റ് ഹിയർ 8,000, 4,000. നൗ ഇറ്റ് ഇസ് ജനറൽ എക്സ്പെൻസ് 20,000, 5,000. സെയിൽസ് ഹിയർ ഐ റെക്കോർഡഡ്. നൗ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഇതിൻ്റെ നേരെ കൗണ്ടർ സി എവിടെയാണ് ഉള്ളത് നോക്കിയട്ടെ. ഹെഡ് ഓഫീസിൽ ക്രെഡിറ്റിൽ. So it is head office credit. Now purchase returns we already recorded here. Opening stock it is 50,000 and 30,000. Discount earned it is discount earned. Income 2,000, 1,000. Machinery, see machinery. Head office 1,50,000 and branch 50. See here നോക്ക്, ഞാൻ അതിൻ്റെ ഡിപ്രിസിയേഷൻ എഴുതി നോക്ക്. മെഷീനറി 1,50,000. ഓക്കെ ഇവിടെ ഓക്കെ 1,50,000ൻ്റെ 20%, 30,000. മെഷീനറി 50,000, 50,000ൻ്റെ 20%, 10,000. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഡിപ്രിസിയേഷൻ 40, 1,60,000. ക്ലിയർ ആണല്ലോ. 1,50,000ൻ്റെ 20%, 50,000ൻ്റെ 20%. Okay, now same furniture head office 7,000, 7,000 15% depreciation. And here it is 3,000, 3,000 15% here. The rendu add the depreciation here less. Okay. Now it is debtor is here, head office into the 40 and 15,000. Now next item is creditor, head office 30, branch 5,000. Okay. Now it is head office account and branch account. നമ്മൾ മുന്നേ കൺസോളിഡേറ്റഡിൽ എടുക്കണ്ട. ഏതെടുക്കൂല? ഹെഡ് ഓഫീസിൻ്റെ ബാലൻസും എടുക്കൂല, ബ്രാഞ്ചിൻ്റെ ബാലൻസും എടുക്കൂല. ഇത് നമ്മൾ തൊട്ട മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലത്തിൽ ക്ലിയർ ആക്കിയ കാര്യമാണ് അല്ലേ. നൗ ഇറ്റ് ഇസ് അഡ്ജസ്റ്റ്മെൻറ്റിലെ ക്ലോസിംഗ് സ്റ്റോക്ക് 40, 30 അതേ ക്ലോസിംഗ് സ്റ്റോക്കിന് എവിടെയും എഴുതി. നൗ depreciation we already recorded the depreciation and we already recorded the rent outstanding and rent nu njan endu cheyidittunde outstanding add ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഇത് ബാലൻസ് ചെയ്താൽ എന്താവുക നമുക്ക് നോക്കാം. ഓക്കെ. ഹിയർ ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ടോട്ടല് നിങ്ങൾ ടോട്ടൽ ചെയ്തിടുക കേട്ടോ. ആൻഡ് യു വിൽ ഗെറ്റ് ദ ഗ്രോസ് പ്രോഫിറ്റ് ഓഫ് rupees 1,80,000 for head office and 6,000 for branch. You have to carry down over here 1,80,000 and 6,000. Yeah. Okay. Now you have to balance this. This
ഇതിൽ ഹെഡ് ഓഫീസ് നിങ്ങൾ ചെയ്ത് നോക്കി. ഹെഡ് ഓഫീസിൽ ഈ ഭാഗം കൂടുതൽ കിട്ടുക. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ 1,82,000 കിട്ടും. അതിനെ നമ്മൾ ഇവിടെ എഴുതി 1,82,000. ഇത് ചെയ്താൽ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ബ്രാഞ്ചിന് ഹെഡ് ഓഫീസിന് നമുക്ക് എന്താണ് നെറ്റ് പ്രോഫിറ്റ് ആണ്. എത്രയാണോ എല്ലാം ചെയ്താൽ 92,950 കിട്ടും. ഓക്കെ, നൗ ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗമായിരിക്കും കൂടുതൽ. സോറി, ഈ ഭാഗമായിരിക്കും കൂടുതൽ. ഇത് നോക്കറ ഇവിടെ 7,000 ഉള്ളൂ. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 410 അത്രയുണ്ട്. ഇത് ഫുൾ കൂട്ടിയാൽ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് ഇത് അല്ലേ. 29950 29950 ആൻഡ് യു വിൽ ഗെറ്റ് ബൈ നെറ്റ് ലോസ്. ആരിക്കാടോ നെറ്റ് ലോസ്? ബ്രാഞ്ച്. എത്ര വയസ്സിൻ്റെ നെറ്റ് ലോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ ഇറ്റ്സ് ഓവർ. നൗ ഈ രണ്ട് ബാലൻസ് നമ്മൾ എവിടെ കൊണ്ടുപോകണം? ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണം. ബാലൻസ് ഷീറ്റിൽ കൊണ്ടുപോയിക്കോ. ഒന്ന് എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് അറ്റ് ഹെഡ് ഓഫീസിൽ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഹെഡ് ഓഫീസ് എത്രയാ? ഇന്നർ കോളത്തിൽ എഴുതുക കേട്ടോ. 92,950. പക്ഷേങ്കിൽ ആർക്ക് നെറ്റ് ലോസ് ആണോ? ബ്രാഞ്ചിന്. അപ്പം നെറ്റ് ലോസ് വരുമ്പോൾ നമ്മൾ ആ ഫിഗർ മൈനസ് ചെയ്യണം. ഞാൻ മൈനസ് ചെയ്യേണ്ടത് ഇതിനൊരു ബ്രാക്കറ്റിനകത്താണ്. മൈനസ് നിട്ടാലും പ്രശ്നമില്ല. രണ്ട് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 70,000 കിട്ടും. ഓക്കെ, നൗ ഇറ്റ്സ് ഓവർ. ഇപ്പം നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് ടാലി ആവില്ല. 1 2 3 4 1,20,000 55 1,500 1,60,000 2,000 ചെയ്ത് നോക്കുക. ടാലി ആവും. ആൻഡ് ടാലി എമൗണ്ട് ഇസ് 305,500. ഓക്കെ, ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൽ പറഞ്ഞ പോയിന്റ്സ് ഒന്നും മറക്കരുത്. ഡിപ്രിസിയേഷൻ്റെ കാര്യം അസറ്റ് അക്കൗണ്ട് ഇസ് മെയിൻറ്റെയിൻ ബൈ ആര്? ഹെഡ് ഓഫീസ്. പിന്നെ ഇത് ഓക്കെ, നെറ്റ് ലോസ് വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, നൗ വി വിൽ മൂവ് ഓൺ ടു ക്ലോസിംഗ് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. ഓക്കെ, ഇത് പോസ് ചെയ്യുക. അവിടെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ഹെഡിങ് കൊടുക്കണം, അസറ്റിൽ നിന്ന് എഴുതണം, ലാബിലിറ്റീസ് നിന്ന് എഴുതണം. ഫുൾ ഫോമാറ്റ് നിങ്ങൾ സെറ്റ് ആക്കണം. ഓക്കെ, ഹോപ്പ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് ടോപ്പിക് ഇൻ ദിസ് ചാപ്റ്റർ, ക്ലോസിംഗ് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച്. ഓക്കെ, ലെറ്റ്സ് സീ. നമ്മൾ ഇത്ര കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഹെഡ് ഓഫീസിന് കൊടുത്തപ്പോൾ ഹെഡ് ഓഫീസിലെ അക്കൗണ്ടന്റ് എന്തൊക്കെ ചെയ്തു? ഹെഡ് ഓഫീസിലെ അക്കൗണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് കൺസോളിഡേറ്റഡ് ട്രേഡിംഗ് ബാലൻസ് ഷീറ്റ് വരച്ചിട്ട് അവരവരെ പണിയും തീർത്തിട്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നൗ ബ്രാഞ്ചിന് എന്താ ജോലി? സോ ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഈ പാർട്ട് നമ്മൾ കഴിഞ്ഞ് നമുക്ക് ഹെഡ് ഓഫീസിൽ ഇനി ഒന്നും പഠിക്കാനില്ല. നൗ ഇറ്റ്സ് ടൈം ടു നോ മോർ അബൌട്ട് ബ്രാഞ്ച്. ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എന്താ സംഭവിക്കാൻ? ബ്രാഞ്ച് ഇയർ എൻഡിൽ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് ട്രാൻസ്ഫേർഡ് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എല്ലാം എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. അതിന് നമ്മൾ പാസ് ചെയ്യുന്ന എൻട്രീസ് ആണ് എന്ത് എൻട്രീസ് ആണോ? ക്ലോസിങ് എൻട്രീസ്. നമ്മൾ ആർക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണോ അസ്യൂം ചെയ്യുക? ഹെഡ് ഓഫീസിന്. സോ അക്കൗണ്ടിങ് ഇയറിൻ്റെ എൻഡിൽ ബ്രാഞ്ചിൽ ക്ലോസിങ് എൻട്രീസ് പാസ് ചെയ്യും. അസ്യൂമിങ് ദാറ്റ് എല്ലാവരും ഏത് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് the trial balance is closed by transferring them to head office account. Head office അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ക്ലോസിംഗ് എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ബ്രാഞ്ച് പ്രിപ്പയർ ചെയ്യുക. അതായത് ചുരുക്കി പറഞ്ഞാൽ ജേണൽ എൻട്രി എഴുതുമ്പോൾ നമ്മൾ ഇതുവരെയും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ എഴുതുമ്പം ബ്രാഞ്ച് അക്കൗണ്ട് എല്ലാ എൻട്രിയിലും അധികം എൻട്രിയിലും ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് എഴുതില്ല. അതുപോലെ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ എൻട്രിയിൽ എന്തുണ്ടാവടോ? head office account, because we are closing the books of branch by transferring into head office account. ഇതിനും ക്ലോസിംഗ് എൻട്രീസിനും രണ്ട് മെത്തേഡ് ഉണ്ട്. മെത്തേഡിന് പേരൊന്നും പറയുന്നില്ല. സോ ഇറ്റ് ഇസ് ഫസ്റ്റ് മെത്തേഡ് ആൻഡ് സെക്കൻഡ് മെത്തേഡ്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡ് നോക്കാം. ക്ലിയർ? ഓക്കെ, now we'll move on to a first method of closing entries. Very simple, ഒരു ബുദ്ധിമുട്ടും ഇല്ല. എൻട്രി നോക്കിക്കോ.
ഓക്കെ. 1 മനസ്സിൽ വരിക ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ മനസ്സിൽ വരിക ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ്. അതായത് ഇത് ട്രേഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസ് 1 by 1 പറഞ്ഞോളെ. ഓപ്പണിംഗ് സ്റ്റോക്ക്, പിന്നെ ആരാടോ പർച്ചേസ്, ഒരു സ്പേസ് വിടുകയാണ്. Now it is goods sent to, goods sent by head office, head office അയച്ച ഗുഡ്സ് sent from head office അല്ലെ by head office, വേജ്, ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല ക്യാരേജ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വരും. റൈറ്റ്? ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്നത് അടുത്തത് P&L അക്കൗണ്ട് ആണല്ലോടോ. P&L അക്കൗണ്ടിൽ ഡെബിറ്റിൽ വരുന്ന ഐറ്റംസ് എന്തല്ലാടോ? റെന്റ്, സാലറി, ഡിപ്രിസിയേഷൻ. ക്ലിയർ? ക്ലിയർ? ഇതെല്ലാം ക്ലോസ് ചെയ്യുന്ന എൻട്രിയാണ് ആദ്യം എഴുതുക. അതായത് all revenue items on the debit side. അതായത് ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ റവന്യൂ ഐറ്റംസും നമ്മൾ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്യുന്ന എൻട്രി എന്തിപ്പോൾ ചെയ്തതെന്ന് അറിയാലോ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റിലുള്ള എല്ലാ സാധനങ്ങളും എഴുതി. പിന്നെയോ P&L അക്കൗണ്ടിൽ ഡെബിറ്റിൽ വരുന്ന എല്ലാ സാധനവും ഇനിയും ഐറ്റംസ് ഉണ്ട്. അഡ്വർടൈസ്മെന്റ്, ജനറൽ എക്സ്പെൻസ് എന്തൊക്കെയാണ് അതൊക്കെ എഴുതി. ഏത് സൈഡിൽ വരുന്നയാടോ? ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എൻട്രീസ് ഇപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? റവന്യൂ ഐറ്റംസ് ഓൺ ദി ഡെബിറ്റ് സൈഡ്. ഓക്കെ, ഇവിടെ എഴുതാം എൻട്രി ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു എല്ലാവരും. ആരൊക്കെയുണ്ടോ എല്ലാവരും. ഈ ആൾക്കാരൊക്കെ ആരോടോ? ട്രേഡിങ്ങിൻ്റെയും P&L അക്കൗണ്ടിൻ്റെയും ഡെബിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ. ക്ലിയർ? നൗ ഏതായിരിക്കും? ട്രേഡിങ്ങിൻ്റെയും P&Lൻ്റെയും ക്രെഡിറ്റിൽ നിൽക്കുന്ന ആൾക്കാർ. എൻട്രി എന്തായിരിക്കുമോ? സിമ്പിൾ, എഴുതിക്കോ. അപ്പുറം വരുന്ന ഐറ്റംസ് ആരല്ല? സെയിൽസ്, പിന്നെ ആരാ? ക്ലോസിംഗ് സ്റ്റോക്ക്. ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ, ഈ ഗുഡ്സ് റിട്ടേൺ സെയിൽസ് റിട്ടേൺസ്, അല്ലെങ്കിൽ റിട്ടേൺ സോറി നോട്ട് സെയിൽസ് റിട്ടേൺസ്, ഇറ്റ്സ് റിട്ടേൺ ടു ഹെഡ് ഓഫീസ് കേട്ടോ. റിട്ടേൺ ടു ഹെഡ് ഓഫീസ്. സെയിൽസ് റിട്ടേൺസ് അവിടെ അല്ല വരും, അത് പറയാം. റിട്ടേൺസ് ടു ഹെഡ് ഓഫീസ്. പിന്നെയോ പിന്നെ ഈ P&L അക്കൗണ്ടിൽ വരുന്ന റവന്യൂ ഐറ്റംസ് ലൈക്ക് ഡിസ്കൗണ്ട്, റിസീവ്ഡ്, വേറെ എന്തെങ്കിലും ഇൻകം, എനി ഇൻകം റിസീവ്ഡ്, റൈറ്റ്, ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട്. സിമ്പിൾ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ വരുന്ന P&L അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന എല്ലാ ഐറ്റംസും ഒരുമിച്ച് എഴുതുക. എന്നിട്ട് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണോ? ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. The note points should be noted. 1. ഈ ഭാഗത്ത് ലെസ് പർച്ചേസ് റിട്ടേൺസ് ഉണ്ടാവാം. പർച്ചേസ് നമ്മൾ റിട്ടേൺസ് ലെസ് ചെയ്യില്ല, പർച്ചേസ് റിട്ടേൺസ് നമ്മൾ ഇവിടുന്ന് ലെസ് ചെയ്യല്ലേ. സോ ഇറ്റ് ഷുഡ് ബി ഷോൺ ഇൻ ഇവിടെ, ഈ എൻട്രിയിൽ ഇവിടെ വരണം. അതായത് ഇപ്പുറത്തെ ഭാഗത്തെ എൻട്രിയിൽ വേണം വരണം. ബിക്കോസ് എന്താ? ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റം അല്ല, ദറ്റ് ഇസ് ഡെബിറ്റ് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ഐറ്റം. സോ അതിനെ നമ്മൾ എവിടെയായിട്ട് കാണാം? ക്രെഡിറ്റിൽ. അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റിൽ നിന്ന് മൈനസ് ചെയ്യുന്ന ഐറ്റം ആണ് എന്ത്? സെയിൽസ് റിട്ടേൺസ്. അതിന് ഏതിൻ്റെ എൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്യണോ? ടു സെയിൽസ് റിട്ടേൺ. ക്ലിയർ? സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആണ്, പർച്ചേസ് റിട്ടേണിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. സോ എൻട്രി എഴുതുമ്പോൾ ഇവിടുന്ന് ലെസ് ചെയ്യാണ് പർച്ചേസ് റിട്ടേൺ. സോ എൻട്രിയിൽ ഡെബിറ്റിൻ്റെ കൂട്ടത്തിലല്ല വരേണ്ടത്, ക്രെഡിറ്റിലും സെയിൽസ് റിട്ടേൺസ് ഇവിടെ. ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണത്. പർച്ചേസ് റിട്ടേൺസ് ഹിയർ and sales returns here. Clear? Now the second point is gross profit നമ്മൾ എടുത്തിട്ടില്ല, നെറ്റ് പ്രോഫിറ്റും എടുക്കുന്നില്ല. ഈ ഭാഗത്തുള്ള ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഓക്കെ, ഗ്രോസ് പ്രോഫിറ്റ് എടുക്കാൻ പാടില്ല, നെറ്റ് പ്രോഫിറ്റ് എടുക്കാൻ പാടില്ല. അപ്പൊ 2 പോയിന്റ് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് പോയിന്റ് ഇസ് പർച്ചേസ് റിട്ടേണിന്റെ കേസിലും പർച്ചേസ് റിട്ടേണിന്റെ കേസും സെയിൽസ് റിട്ടേണിന്റെ കേസും നേരെ ഓപ്പോസിറ്റ് സൈഡ്. ബിക്കോസ് യു നോ പർച്ചേസ് റിട്ടേൺസ് ആർ ക്രെഡിറ്റ് ബാലൻസ് ആൻഡ് സെയിൽസ് റിട്ടേൺസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. സോ അതിന് അതിൻ്റെ എൻട്രിയിൽ കാണിക്കണം. ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? കാണിക്കാൻ പാടില്ല. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. സോ ദ ഫസ്റ്റ് എൻട്രി ഈസ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെറ്റർ ടു all the item on the debit side of trading and P&L account.
And next entry is all the item on the credit side of P&L and trading account to head office account. Now that's over. Now it is balance sheet items. Balance sheet le രണ്ട് item, ഒന്നിക്ക് asset അല്ലെങ്കിൽ liability. Now let's see asset in the entry. Asset in the entry എന്താണോ? Head office account debtor to debtor account. എന്തൊക്കെ asset ഉണ്ട് അതൊക്കെ. To closing stock എന്ന് എഴുതിയാൽ മതി. To furniture, to machinery, to cash in transit. Okay, അങ്ങനെ വരുന്ന എല്ലാ ഐറ്റംസും. Okay, now last entry for closing liability. For closing liability it is liability ന്റെ പേരൊക്കെ പറഞ്ഞോ. Creditor, പിന്നെ outstanding to head office account. Clear? ഇത്രയേ ഉള്ളൂ. ഈ 4 എൻട്രി പാസ് ചെയ്താൽ ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ട് ബ്രാഞ്ചിന്റെ ബുക്കിൽ ക്ലോസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് സീ. അവിടെ ഇത് നോക്കണോ. എക്സ്പെൻസിന്റെ ബാലൻസ് എന്താണോ? എല്ലാ എക്സ്പെൻസ് ഷുഡ് ബി, എക്സ്പെൻസിന് എന്ത് ബാലൻസാ? എക്സ്പെൻസ് ഡെബിറ്റ് ബാലൻസ് അല്ല എക്സ്പെൻസിന്. സോ അതിനെ നമ്മൾ ക്രെഡിറ്റിലിട്ട് ക്യാൻസൽ ചെയ്തു. ആൻഡ് ഹിയർ ഇറ്റ് ഇസ്, ഇപ്പം ഇത് നോക്കിയാൽ മതി. ഡെറ്റർ അക്കൗണ്ട്, ഡെറ്ററിന് ഡെബിറ്റ് ബാലൻസാണ് വരേണ്ടത്. സോ ഇറ്റ്സ് ഉൾട്ട. എനിവേ ഒന്നും ഓർമ്മിക്കേണ്ട. തൽക്കാലം എൻട്രീസ് 4 എൻട്രീസ്. അസറ്റ് ക്ലോസ് ചെയ്യുന്ന എൻട്രി, ലാബിലിറ്റീസ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിലിടുന്ന എൻട്രി, ആൻഡ് ഹിയർ ഇറ്റ് ഇസ് P&L ആൻഡ് ട്രേഡിങ്ങിൻ്റെ ക്രെഡിറ്റിൻ്റെ എൻട്രി, P&L ആൻഡ് ട്രേഡിങ്ങിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള എൻട്രി. ഇങ്ങനെ 4 എൻട്രി പാസ് ചെയ്താൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ക്ലോസ് ആയിട്ടുണ്ടാവും. ഡെബിറ്റ് ബാലൻസ് ഉള്ള ഐറ്റത്തിനെ ഞാൻ ക്രെഡിറ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഐറ്റത്തിനെ ഡെബിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. ആക്ച്വലി എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആടും. ഓൾ എക്സ്പെൻസ് ഡെബിറ്റ് അല്ലേ ചെയ്യുക. സോ ആ ഡെബിറ്റ് ബാലൻസ് ഉള്ള എല്ലാ എക്സ്പെൻസിനെയും ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ഇൻകം, ഓൾ ഇൻകം ക്രെഡിറ്റ് ബാലൻസ്, ആ ക്രെഡിറ്റുകളെല്ലാം ഞാൻ ഡെബിറ്റ് ചെയ്തു. അസറ്റിന് ഡെബിറ്റ് ബാലൻസ്, അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ ഞാൻ ക്രെഡിറ്റ് ചെയ്തു. ആൻഡ് ലാബിലിറ്റീസ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അപ്പോൾ അതിനെ ഞാൻ മേലെ ഇട്ടു, ഡെബിറ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഒരു അക്കൗണ്ടിങ് റൂൾസ് പറയുന്നത്. ഓക്കെ, hope it is clear for you. These are the closing entries in the book of branch account. Clear? Okay. Now, and we will do one problem in the next video based on these closing entries. Hope by Sunday we will finish this chapter. So thanks. Please watch, write the notes. Okay? ഒന്നും മിസ്സാവാണ്ട് നോട്ട്സിൽ എഴുതണം. നമ്മൾ നിങ്ങളെ കാണുന്നില്ല, നിങ്ങളെ ബുക്ക് കാണുന്നില്ല, നിങ്ങൾ എഴുതുന്നുണ്ടോ എന്ന് കാണുന്നില്ല. സോ പ്ലീസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സീരിയസ് ആവുക. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം.